പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ വിശുദ്ധനെ പരിചയപ്പെടുകയാണ്. വിശുദ്ധ ഇസിഡോർ. കർഷകരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഇസിഡോർ. ഇതേ നാമധേയത്തിലുള്ള മറ്റ് പല ഇസിഡോർ എന്ന പേരായ മറ്റു വിശുദ്ധരുമുണ്ട്. എന്നാൽ കർഷകർക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ദൈവം നമ്മൾക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇസിഡോർ. അദ്ദേഹം ജനിക്കുന്ന 1070 സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. തികച്ചും ദരിദ്രമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിശുദ്ധൻ ജനിച്ചു വീഴുക. അദ്ദേഹത്തിന് ഇതോടൊപ്പം തന്നെ ഈ ഒരു ദരിദ്രാവസ്ഥ കാരണം തന്നെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് ആവശ്യമായ വിദ്യാഭ്യാസം നേടുവാനൊന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു ദരിദ്രമായൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പ്രത്യേകമായി അദ്ദേഹത്തിനെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഇസിഡോർ നല്ല ദൈവഭക്തിയിലാണ് വളർന്നു വന്നത്. പുണ്യങ്ങൾ അഭ്യസിപ്പിക്കുവാനൊക്കെ ആയിട്ട് അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ ചെറിയ സഹനങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ആയിട്ട് ഇസിഡോർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം ദേവാലയത്തിൽ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാം അങ്ങനെ ദൈവഭക്തിയിൽ നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ട് ഇസിഡോറിന് ചെറുപ്പം മുതലേ സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. അവിടുത്തെ ഒരു പ്രധാന ജന്മിയായ ജോൺ ഡി വർഗാസ് എന്ന് പേരായ ഒരു ജന്മിയുടെ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ അപ്പൻ തന്നെയാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചൊക്കെ നൽകിയിരുന്നത്. അപ്പോൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വീട്ടിലെ സമ്പത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെയാണ് ക്രമീകരിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ ആയിരുന്ന സമയത്ത് ജോലി ചെയ്ത് ഏകദേശം ഇസിഡോർ കുറച്ചും കൂടി മുതിർന്ന ഒരു പ്രായമെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ ഒരിക്കലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് സുഖമില്ലാതാവുകയാണ്. അപ്പോൾ ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അസുഖം പിടിപെടുകയും അദ്ദേഹത്തെ പെട്ടെന്ന് ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ എത്ര ചികിത്സിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് അതൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ആ ഒരു രോഗത്തോടു കൂടി തന്നെ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. അങ്ങനെ ഇസിഡോറിൻ്റെ ആ ഒരു ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെടുകയാണ്. ഇസിഡോറിന് താഴെ 2 സഹോദരങ്ങളുമുണ്ട്. അപ്പോൾ കുടുംബം മൊത്തത്തിൽ അനാഥമായ ഒരു അവസ്ഥയാണ് പിതാവിൻ്റെ മരണത്തോടു കൂടി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് അവർ വളരെയധികം പ്രയാസപ്പെട്ടു. അപ്പോൾ മൂത്ത മകൻ എന്ന നിലയിൽ ഇസിഡോറിന് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ഇസിഡോർ ഇങ്ങനെ ഇതുപോലെ അപ്പൻ ചെയ്തിരുന്ന ആ ഒരു ജോലിയിൽ തന്നെ ഇസിഡോറും പ്രവേശിക്കുകയാണ്. ആ ജന്മിയുടെ സ്ഥലത്ത് തന്നെ ജോൺ ഡി വർഗാസിൻ്റെ അതേ കൃഷി സ്ഥലത്ത് തന്നെ പിന്നീട് തുടർന്ന് ഇസിഡോറാണ് ജോലി ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് പഠനം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇസിഡോർ പിന്നീട് ഒരു കൃഷിപ്പണിക്കാരൻ എന്ന ആ ഒരു തൊഴിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ ഈ ഒരു തൊഴിൽ മേഖലയിൽ അദ്ദേഹം ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായൊരു തിരിച്ചറിവ് മനസ്സിലുണ്ടാവുകയാണ്. അതായത് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല, ഇതിന് ഉപരിയായിട്ട് മറ്റെന്തോ കൂടി തനിക്ക് ചെയ്യുവാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് അദ്ദേഹം കൂടുതൽ നേരം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇസിഡോറിൻ്റെ കൂടെ മറ്റ് ജോലിക്കാരും ഒക്കെ ഉണ്ട് ഈ ജന്മിയുടെ സ്ഥലത്ത് ജോലി ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇസിഡോർ ചില സമയങ്ങളിലൊക്കെ ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഈ ജോലിയും പ്രാർത്ഥനയായിട്ടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ജോലി അങ്ങനെ നീങ്ങുന്നില്ല. അപ്പോൾ ഇതിനേക്കാളും നല്ലത് ഈ ജോലി തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാമെന്ന് അദ്ദേഹം നിശ്ചയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ആ ജോലി തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കുന്നു.
അങ്ങനെ ഇത് കൂടാതെ ഇസിഡോറിൻ്റെ ഉള്ളിൽ മറ്റൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, തനിക്കൊരു വൈദികനായി തീരണമെന്ന്. പക്ഷേ എന്താ, തൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം കൊണ്ട് തന്നെ ഇപ്പോൾ വൈദികനായി തീരുവാനായിട്ട് ഇസിഡോറിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തെ ആ ഒരു അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ തൊഴിലിനോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം നന്നായി പരിശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ വഴിയായിട്ട് ഒരു വിവാഹാലോചന കൊണ്ടുവരികയാണ്. മരിയ ഡി കസേബ എന്ന് പറയുന്ന ഒരു ഒരു യുവതിയെയാണ് അദ്ദേഹത്തിനായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇസിഡോറിനെ പോലെ തന്നെ മരിയയ്ക്കും ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നായിരുന്നു മരിയയുടെ ആഗ്രഹം. അപ്പോൾ മരിയയുടെ വീട്ടിലും പെട്ടെന്ന് അവിടുത്തെ ഒരു സാഹചര്യം മൂലം മരിയയ്ക്കും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഏകദേശം ഒരു ദൈവനിശ്ചയപ്രകാരം വന്ന ഒരു വിവാഹാലോചന എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വിവാഹം നടക്കുകയാണ്, മരിയയും ഇസിഡോറും തമ്മിലുള്ള. അപ്പോൾ ഈ ഒരു വിവാഹത്തിലൂടെ വളരെയധികം പിന്നീട് തുടർന്ന് നമുക്ക് അവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രത്തോളം അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീർന്നു എന്നുള്ളത്. അങ്ങനെ ഇസിഡോറിൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ദിവ്യകാരുണ്യ ഭക്തി നന്നായി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ദിവ്യബലി മുടങ്ങാതെ പങ്കുകൊള്ളുമായിരുന്നു. അപ്പോൾ ഇസിഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം മാത്രമേ വരുമായിരുന്നുള്ളൂ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ ഇത് കാണുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇപ്പോഴും നമുക്ക് കാണാം, നമ്മളായിരിക്കുന്ന ഒരു ജോലി സ്ഥലത്തൊക്കെ ഒരുപക്ഷെ ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റ് പലർക്കും ഇഷ്ടപ്പെടാതെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ മേലധികാരികളോട് പറയുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇസിഡോറിനും അതുപോലത്തെ ഒരു സാഹചര്യം ആ ഒരു അവസരത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇസിഡോറ് ദിവ്യബലിയിൽ സംബന്ധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇസിഡോറിൻ്റെ ജോലികളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഇത് കണ്ടിട്ട് അത്ര പിടിച്ചില്ല, അവർക്ക് അസൂയ തോന്നി. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചെന്ന് യജമാനോട് പറയുകയാണ്. യജമാനൻ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് 1-2 പേര് കൂടുതൽ ആൾക്കാരുടെ പരാതികളൊക്കെ കേട്ടപ്പോൾ യജമാനൻ തന്നെ നിശ്ചയിക്കുകയാണ് ചെന്ന് ഇസിഡോറിൻ്റെ ജോലിയൊക്കെ ഒന്ന് പരിശോധിക്കാമെന്ന്. കാര്യം ഇസിഡോറിൻ്റെ ജോലി നന്നായി പോകുന്നത് കൊണ്ട് ഇസിഡോറിന് യജമാൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു അവരിൽ അസൂയ ജനിപ്പിക്കാനുള്ള കാരണം. പിന്നെ തുടർച്ചയായുള്ള പരാതികൾ കാരണം അദ്ദേഹം ഒരിക്കലും ഇതുപോലെ ഇസിഡോർ ജോലി ചെയ്യുന്ന സമയത്ത് ചെന്ന് അതൊന്ന് നിരീക്ഷിക്കാമെന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഇസിഡോറിൻ്റെ യജമാനൻ ഇവരുടെ പരാതികളൊക്കെ കേട്ട ശേഷം രഹസ്യമായിട്ട് ഇവർ പണി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഒന്ന് ഇവരെ നിരീക്ഷിക്കാമെന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം യജമാനൻ ഇതുപോലെ ഇസിഡോർ ജോലി ചെയ്യുന്നത് ശ്രദ്ധിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ തന്നെ വലിയൊരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുകയാണ്. കാരണം അദ്ദേഹം കാണുന്ന കാഴ്ച ഇതാണ്, ഇസിഡോർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മാലാഖ കൂടി നിന്ന് പണി ചെയ്യുന്നു. മറ്റാർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷേ യജമാൻ്റെ കണ്ണിൽ ഇസിഡോറിൻ്റെ ഒപ്പം ഒരു മാലാഖ നിന്ന് പണി ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാം. അങ്ങനെ അദ്ദേഹം ആ കാഴ്ച കണ്ടെങ്കിലും അത് മനസ്സിൽ സൂക്ഷിച്ചു. വീണ്ടും രണ്ടാമതൊരു ദിവസവും വീണ്ടും അദ്ദേഹം ഇതുപോലെ ഇസിഡോറിനെ നിരീക്ഷിക്കാനായിട്ട് ഒരിക്കലും അവിടെ ചെന്ന് നോക്കുകയാണ് ജോലി സ്ഥലത്ത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ 1 അല്ല 2 മാലാഖമാർ ഇസിഡോറിൻ്റെ 2 അപ്പുറം ഇപ്പുറം നിന്ന് ജോലി ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ യജമാനൻ കാണുന്നു. അതുമാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇസിഡോർ വൈകിയാണ് ജോലി സ്ഥലത്ത് എത്തുന്നതെങ്കിലും ഈ മാലാഖമാരുടെ സഹായമുണ്ട്. അപ്പോൾ നിശ്ചയിച്ചിരുന്ന എത്ര ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നോ അതിൻ്റെ 3 ഇരട്ടി ജോലിയാണ് അവിടെ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ യജമാന് ഈ ഒരു വലിയൊരു കാഴ്ച, ഈ ഒരു അത്ഭുത കാഴ്ച കണ്ണിൽ കണ്ട ശേഷം അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യം മനസ്സിൽ ഉണ്ടായി. അതായത് ഇസിഡോർ എത്ര പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിച്ചാലും കർത്താവ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ചെയ്യേണ്ട ജോലി
കർത്താവ് അദ്ദേഹത്തിന് അത് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തനിക്കും എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇസ്ഡോറിന് തൻ്റെ ആ ഒരു ജോലിയിലൂടെ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ഈ ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടമില്ലായ്മ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ പലപ്പോഴും പല അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ റൂമേഴ്സൊക്കെ പരത്താനൊക്കെ ആയിട്ട് തുടങ്ങി. ഇസിഡോറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. തൻ്റെ കൂടെയുള്ളവർ തന്നെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇസിഡോറിന് അറിയാം. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, നമ്മളാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തിരിച്ചെങ്ങനെ പണി കൊടുക്കാമെന്നുള്ള കാര്യമായിരിക്കും ആലോചിക്കുക. പക്ഷേ ഇസിഡോർ ആ സമയമെല്ലാം ചിന്തിച്ചിരുന്ന ഇപ്രകാരമാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ഇപ്രകാരമാണ്: ദൈവമേ, ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കുവാനായിട്ട് എനിക്ക് അവസരം നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ അവിടുത്തെ ഒരു സംഭവം ഇങ്ങനെയാണ് പറയുക. അവിടുത്തെ മേൽനോട്ടക്കാരൻ ഇസിഡോറിനെ കുറിച്ച് ഒരിക്കൽ അദ്ദേഹം പണി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തെറ്റായ ഒരു കാര്യം യജമാനെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇസിഡോർ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ ഒരു മനുഷ്യന് ഒരു നന്മ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം നൽകണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. കുറച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മേൽനോട്ടക്കാരന് പെട്ടെന്ന് സുഖമില്ലാതാവുകയാണ്. അതൊരു ക്രിസ്മസ് സമയം അടുപ്പിച്ചുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ മേൽനോട്ടക്കാരന് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വയ്യായ്ക കാരണം അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഒന്നും തന്നെ ലഭിച്ചില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കടന്നുപോയത്. അപ്പോൾ ഈ സമയത്ത് ഇസിഡോറിന് ഈ മേൽനോട്ടക്കാരനെ സഹായിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഇസിഡോർ തന്നെയാണ് ആ മേൽനോട്ടക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതുപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇസിഡോർ ആരൊക്കെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിലൊരു നന്മയായി മാറുവാനായിട്ട് ഇസിഡോർ പരിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഇസിഡോറിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ ആ ഒരു വ്യക്തി, ആ മേൽനോട്ടക്കാരൻ മാനസാന്തരപ്പെടുകയാണ്. ഇതുപോലെ നല്ല നല്ല പ്രവൃത്തികളിലൂടെ നന്മകൾ ചെയ്തുകൊണ്ട് ഇസിഡോർ മറ്റു പലരുടെയും ജീവിതത്തിൽ നന്മയായി മാറുന്നു. ഇസിഡോറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം കൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഭക്തി നമ്മൾ നേരത്തെ കണ്ടു. അദ്ദേഹം അനുദിനം ദിവ്യബലിയിൽ പങ്കെടുത്ത ശേഷമാണ് ജോലി സ്ഥലത്തേക്ക് വന്നിരുന്നെന്ന് ഉള്ളത്. അദ്ദേഹം താമസിച്ചിരുന്നെങ്കിൽ കൂടിയും ആ കൃഷിസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന ആ ഒരു ജോലി സ്ഥലം ഒരു അനുഗ്രഹമായി തീരുകയാണ്. ഇങ്ങനെയാണ് പറയുക, ഇസിഡോറിൻ്റെ ആ ഒരു കൃഷിസ്ഥലം അവിടെ വളരെ സമൃദ്ധമായ വിളവ് നൽകിയെന്നാണ് പറയുക. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും നടുകയോ കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ, കൂടുതൽ ഫലവത്താകാനൊക്കെ ആയിട്ട് ഇടയാകും. അങ്ങനെ ഇസിഡോർ ആ ഒരു നാട്ടിലെ ഒരു വലിയൊരു അനുഗ്രഹമായി തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഈ ഒരു ജോലി മേഖലയിലുള്ള അനുഗ്രഹം മാത്രമല്ല, രോഗസൗഖ്യം അങ്ങനെ തുടങ്ങി മറ്റ് പല അത്ഭുതങ്ങളും ഇസിഡോറിൻ്റെ ജീവിതത്തിലൂടെ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ഒരു അത്ഭുതം ഇങ്ങനെയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ മകള് ആയിത്തീരുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പും ഇതുപോലെ രോഗസൗഖ്യമൊക്കെ നൽകി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവത്തിൽ ഇങ്ങനെ യജമാൻ്റെ മോൾക്ക് സുഖമില്ലാതാകുന്ന അവസരത്തിൽ ഇസിഡോറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇസിഡോർ സാധാരണ പോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ കുഞ്ഞിന് രോഗസൗഖ്യം കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം ദിവ്യബലിയിൽ പോയപ്പോഴും ഇതുപോലെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കുഞ്ഞ് സൗഖ്യപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയും അദ്ദേഹം പിന്നെ കുറച്ചും കൂടി ദൈവത്തോട് കാര്യമായിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എന്തുകൊണ്ട് അങ്ങ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല? അവിടുന്ന് പൂർണ്ണമായിട്ട് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഈ കുഞ്ഞിന് തൻ്റെ യജമാൻ്റെ മകൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് അദ്ദേഹം ഉള്ളെറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അന്ന് ആ ദിവ്യബലിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് എത്തുന്ന സമയം അദ്ദേഹം കേൾക്കുന്ന വാർത്ത ഇതാണ്: ആ കുട്ടി പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ മറ്റുള്ളവർ
യജമാനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എത്രത്തോളം അകൽച്ച വരുത്തുവാനായിട്ട് ശ്രമിച്ചോ അതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് ദൈവം തന്നെ ഇസ്ഡോറിലൂടെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അവർ തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടി ആഴപ്പെടുത്തുകയാണ് ചെയ്തത്. ഇസ്ഡോർ മരണം വരെയും ആ ഒരു കൃഷി സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്തത്. ഇങ്ങനെയാണ് പറയുക, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച അവസരത്തിൽ പോലും, അതായത് ആ അവസരത്തിൽ അദ്ദേഹത്തിന് വിരമിച്ച് വീട്ടിലിരിക്കേണ്ട ആ ഒരു സമയം വന്നപ്പോഴും ഇസ്ഡോർ തൻ്റെ ജോലിയിൽ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കാര്യം അധ്വാനം എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധ്യം ഇസ്ഡോറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മരണം വരെയും അധ്വാനിക്കാനായിട്ട് നന്നായി പരിശ്രമിച്ചിരുന്നു. പിന്നെ മറ്റൊരു അത്ഭുതം ഇങ്ങനെയാണ് പറയുക, അത് പക്ഷിമൃഗാദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ഒരിക്കൽ കുറച്ച് ഗോതമ്പുമായിട്ട് അത് പൊടിപ്പിക്കുവാനായി പോകുന്ന അവസരത്തിൽ അന്ന് ആ ഒരു പ്രദേശത്ത് പ്രത്യേകം അവിടെ ക്ഷാമം നിലനിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷികൾക്കൊക്കെ ആവശ്യമായ ധാന്യങ്ങൾ ഒന്നും തീറ്റ ലഭിക്കാനായിട്ട് സാഹചര്യമില്ലാത്ത ഒരു അവസരമായിരുന്നു. അപ്പോൾ ഇസിഡോർ ആ വഴി തൻ്റെ തലയിൽ ധാന്യവുമായിട്ട് കടന്നു പോകുമ്പോൾ ഇസിഡോറിൻ്റെ ചുറ്റും ഇതുപോലെ പക്ഷികൾ വന്നിങ്ങനെ നന്നായി ബഹളമുണ്ടാക്കി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസിഡോറിന് ഇവയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. എങ്ങനെ ഇവരെ സഹായിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ തൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ഗോതമ്പ് ധാന്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ഈ പക്ഷികൾ വന്ന് ബഹളം വയ്ക്കുമ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മുതിരുന്നില്ല. പക്ഷേ വീണ്ടും ഇവയെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഭാണ്ഡത്തിൽ നിന്ന് കുറച്ച് ധാന്യമെടുത്ത് അദ്ദേഹം ഈ പക്ഷികൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവ സന്തോഷത്തോടെ ഈ ധാന്യം കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നകലുന്നു. ഇതിലെന്താണ് അത്ഭുതമെന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിലെ അത്ഭുതം പിന്നീടാണ് നടക്കുക. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊടിപ്പിക്കാനുള്ള ഗോതമ്പ് മണികളുമായിട്ട് ധാന്യവുമായിട്ട് അദ്ദേഹം അവിടെ ചെന്ന് എത്തിക്കഴിയുമ്പോൾ, കടയിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം കാണുന്നത് താൻ എത്രത്തോളം ധാന്യമാണ് ശേഖരിച്ചു കൊണ്ട് വന്നത് അത്രത്തോളം തന്നെ അത് തൻ്റെ ആ ഒരു ഭാണ്ഡം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ്. അദ്ദേഹം പകുതിയോളം എടുത്ത് കൊടുത്തിരുന്നു, പക്ഷേ അത് അവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഇസ്ഡോറിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരവസരത്തിൽ ഇതുപോലെ തന്നെ പക്ഷികൾക്ക് അദ്ദേഹം ധാന്യം നൽകിയിട്ട് അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ധാന്യം വിളവിൽ നൽകിയപ്പോൾ അതിൽ 3 മടങ്ങ് വിളവ് നൽകി എന്നാണ് പറയുക. അങ്ങനെ ഇസിഡോർ കൈവയ്ക്കുന്നതിലെല്ലാം ദൈവം അതെല്ലാം ഒരു വലിയൊരു അനുഗ്രഹമായി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ഇസിഡോറിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഇവരുടെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു കുടുംബജീവിതമായിരുന്നു ഇവരുടേത്. ഇവർക്ക് അവരുടെ ഒരു ദാമ്പത്യ ബന്ധത്തിലൊരു കുഞ്ഞിനെ ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ തൻ്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കെ ആഴമുള്ള ഒരു കിണറ്റിലേക്ക് വീണു പോവുകയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇവർ അന്വേഷിക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ പിന്നീടാണ് അവർ കണ്ടെത്തുന്ന കുഞ്ഞ് കിണറ്റിൽ വീണു എന്നുള്ളത്. ഈ സമയത്ത് അദ്ദേഹവും ഭാര്യയും കൂടി അവിടെ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി. അങ്ങനെ ഈ സമയം കുഞ്ഞിനെ അവർക്ക് രക്ഷിക്കാനായിട്ട് കിണറ്റിലേക്ക് ഒന്നും തന്നെ എത്തിച്ച് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസരത്തിൽ വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു കിണറ്റിലെ വെള്ളം പെട്ടെന്ന് ഉയരുകയും കുഞ്ഞിനെ അവർക്ക് ഉയർന്നു വരികയും അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് കുഞ്ഞിനെ കൈകളിൽ എടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. മരിയ ഒരു ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസിഡോറിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും ശക്തമായൊരു പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മരിയ തന്നെയായിരുന്നു. മരിയയും ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് അവരുടെ ഒരു പ്രാർത്ഥനാ ജീവിതം വളരെ മനോഹരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടമാകുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ.
അപ്പോൾ ഇതിന് ശേഷം ഇവർ ഒരുമിച്ച് ഒരു വിരക്ത ജീവിതം നയിക്കുവാനായിട്ട് ഇവർ ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്. അത് അവർ തന്നെ പ്രാർത്ഥിച്ച് നിശ്ചയിച്ച ഒരു തീരുമാനമായിരുന്നു. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവരുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം അവർക്ക് അനുഗ്രഹം നൽകി. അങ്ങനെ ഇസിഡോറ് തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യം ചെയ്തിരുന്നു, അതായത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി മേഖലയിൽ എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ദൈവം തന്നെയായിരുന്നു. അപ്പോൾ മരിയയും അതുപോലെ തന്നെ ഇസിഡോറിനെ പിന്തുണച്ചു കൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കുവാനായിട്ടും ആതുര ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ ആയിട്ട് മരിയയും മുന്നിട്ട് നിന്നിരുന്നു. ഇസിഡോറ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ആ ഒരു അവസരത്തിലും തൻ്റെ ആ ഒരു ജോലിയെല്ലാം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു കൃഷിസ്ഥലത്തുള്ളത്. അദ്ദേഹത്തിന് ഇത് തൻ്റെ ഒരു അധ്വാനം എന്ന് പറയുന്നത് തൻ്റെ ഒരു കടമ എന്നതിനേക്കാൾ ഉപരി പാപപരിഹാരത്തിനായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ പോലെയാണ് അദ്ദേഹം തൻ്റെ ജോലിയെ കണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്തു. പിന്നെ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു വെളിപാട് ലഭിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണ ദിവസങ്ങൾ അടുത്തു എന്നുള്ളത്. ദിവ്യബലിയിലായിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് ഇതുപോലെ പല ദർശനങ്ങളും സന്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ വലിയൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ദിവ്യബലി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അടുത്തപ്പോഴും ദൈവം ഇതുപോലെ അദ്ദേഹത്തിന് സന്ദേശം നൽകുകയാണ്, തൻ്റെ അടുത്തേക്ക് വരുവാനായിട്ടുള്ള ദിവസങ്ങൾ അടുത്തു എന്നുള്ളത്. ഇത് അറിഞ്ഞ ശേഷം ഇസിഡോർ പിന്നെ മറ്റ് പ്രവൃത്തികളെല്ലാം മാറ്റിവെച്ച് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ ജോലിയിൽ നിന്ന് ആ ദിവസങ്ങളിൽ വിരമിക്കുകയും തുടർന്ന് അദ്ദേഹം കൂടുതൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഒക്കെ കഴിയുവാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മരണ ദിവസങ്ങൾ അടുത്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും പ്രായശ്ചിത്തം ചെയ്യുവാനൊക്കെ ആയിട്ട് അദ്ദേഹം നിശ്ചയിച്ച് ആ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. 1170 മെയ് 15 ഇസിഡോർ ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ ദിവസങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക. അദ്ദേഹം ഏറ്റവും ഒരുക്കത്തോടു കൂടി തന്നെയാണ് ആയിരുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുദാശകൾ, വിശുദ്ധ കുർബാന കുമ്പസാരമൊക്കെ സ്വീകരിച്ച് ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി പ്രസന്നവദനായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുക. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു വലിയ ജനാവലിയാണ് ആ ഒരു അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അവിടെ കടന്നു വന്നത്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും തുടർന്ന് തൻ്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെ തുടർന്നുകൊണ്ട് തന്നെ പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മരിയയും പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1775 മരിയ മരിക്കുക. തുടർന്ന് ഇവർ രണ്ടുപേരും വിശുദ്ധരായ ദമ്പതികളാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് എല്ലാവർക്കും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൂട്ടം ദമ്പതികൾ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് വിശുദ്ധ ഇസിഡോറും മരിയയും. ഇവരുടെ ജീവിതത്തിലൂടെ ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറെ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജോലിയും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും എല്ലാമൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അതൊന്ന് പ്രയോറിറ്റി എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പലപ്പോഴും ദൈവത്തിന് നമ്മൾ അവസാനത്തെ ഒരു പൊസിഷനായിരിക്കും കൊടുക്കുക. പക്ഷേ ഇസിഡോറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അതായത് അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ദിവ്യബലിയിൽ സംബന്ധിച്ച ശേഷമാണ് അദ്ദേഹം ജോലിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അധ്വാനിക്കാതെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ ദൈവത്തിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ സാധിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഏത് ജോലി മേഖലയിലായിരുന്നാൽ പോലും നമ്മളുടെ ഒരു പ്രയോറിറ്റി എപ്പോഴും കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും, കൂടുതൽ ഫലവത്തായി തീരും എന്ന്
വിശുദ്ധ ഇസിഡോറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും.